എൻ്റെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ തുടങ്ങുവാണ്. എൻ്റെ ആദ്യത്തെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയായിരുന്നു. ഇന്ന് ചിത്രലോകത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ പറയുന്നത് എന്താണ് ജാഥ വെച്ച് സംസാരിക്കുന്നതല്ല. എൻ്റെ സംസാരം ഇങ്ങനെയും അല്ല. ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിർത്തി സംസാരിക്കുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ സ്പീഡിൽ അങ്ങ് പോകും. അതാണ് എൻ്റെ ഒറിജിനൽ. എൻ്റെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിങ്ങനെ നിർത്തി പറയാം. അതിനൊരു ഞാൻ വലിയ ഇത് കാണിക്കുന്നൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ തുടങ്ങുക. നിങ്ങൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, റീസെൻ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, അതായത് എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു കാര്യം. ചിലപ്പോൾ അത് ചില ആളുകൾക്ക് ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഒത്തിരി വിമർശനങ്ങൾ കാണും, അതെനിക്കറിയാം. ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഈ വിമർശനങ്ങൾ പറയുന്നവരും ഇതിനകത്തൊക്കെ ഇരയായിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്ത് പറഞ്ഞാലും 100 കാര്യത്തിൽ 98% പേരും യോജിക്കണമെന്നില്ലല്ലോ. എല്ലാ കാര്യത്തിലും 2 വിഭാഗം കാണും. ഒരാളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, മറ്റൊരു വിഭാഗം അതിനെ ഒപ്പോസ് ചെയ്യുന്നവരും കാണും. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ ഡിമാൻഡ് ചെയ്യുമല്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് തുടങ്ങുകയാണ്. അതിപ്പോൾ ചിലപ്പം ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട്, 3-4 അല്ലാതെ കൂടുതൽ മാസങ്ങളായിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലുകളിൽ ഞാൻ പറഞ്ഞില്ല. ഒരു ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരമായിട്ട് ഒരു സന്ദർശനമായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടി. ചിലപ്പം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയായിരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളത് കൊണ്ട് പറയാൻ ഇതൊക്കെ ഒന്ന് പറയണം. ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളിപ്പോൾ ഒരാളൊരു തുടക്കം ഇട്ട് കൊടുക്കുമ്പോൾ 10 പേരൊന്ന് കേൾക്കുകയാണെങ്കിൽ ചിലപ്പം അതിൻ്റെ അർഹത അതിന് ഉത്തരം നൽകേണ്ടവരുടെ ചെവിയിലെത്തുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഈ ഒരു സിസ്റ്റത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനൊരു സിസ്റ്റം അവിടെ ബലപ്പെട്ടു പോയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് പറയാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൻ്റെ പേരെടുത്ത് പറയുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴ വണ്ടാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇപ്പം വണ്ടാനം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ മാത്രമായിരിക്കില്ല, എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇതേ ഒരു രീതിയായിരിക്കും. പക്ഷെ എനിക്കറിയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. എനിക്കറിയാവുന്നത് ഈ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചു. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങളും ദിനചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു കുടുംബത്തിൽ എങ്ങനെ പോയാലും ഒരാൾക്കെങ്കിലും രോഗം ഉണ്ടാവും, ഒരാളെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നവരും ഉണ്ടാവും. അപ്പം സാധാരണക്കാരായ ആളുകൾ എപ്പോഴും ആശ്രയിക്കുക ഈ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുക. സാധാരണക്കാരല്ല, ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമേ ഇപ്പം ഒ പിയുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഞാനിപ്പം കാഷ്വാലിറ്റി തൊട്ട് തുടങ്ങിയാണ്. ഇപ്പം കാഷ്വാലിറ്റിയിലൂടെ അത്ര എമർജൻസി സിറ്റുവേഷനിലുള്ള ഒരാളെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ട് അനുഭവിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഇപ്പോൾ അത്രയും വളരെ എമർജൻസി സിറ്റുവേഷനിലോട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മളെ സ്വീകരിക്കാനുള്ളത് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ താല്പര്യമല്ല. അവർ പഠിച്ചിട്ട് അവരെ ഡോക്ടറാവുന്നത്. പക്ഷേ ഈ ഹൗസ് സർജൻസി കുട്ടികളാണ്, അല്ലെങ്കിൽ ഹൗസ് സർജൻസി ഡോക്ടേഴ്സാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്.
അവർ നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആ സിറ്റുവേഷനിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഏറ്റവും കാര്യങ്ങൾ അവർ നമ്മൾ പുറകെ നടന്ന് നമ്മൾ ഓടുകയാണ്. നമ്മൾ ഓരോ കാര്യത്തിലും ഓടുമ്പോൾ നമ്മുടെ പുറകെ നടന്ന് അവർ എഴുതിയെടുക്കുകയാണ് ഓരോ കാര്യങ്ങളും. എന്നതാണ് ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു, ഇന്നലെ രാവിലെ എന്ത് സംഭവിച്ചു എന്ന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ എഴുതിയെടുക്കുകയാണ്. എന്നിട്ട് ഇവർ നമുക്ക് ഫസ്റ്റ് നൽകുന്നതെന്ന് വെച്ചാൽ ഒരു റൊട്ടീൻ ചെക്കപ്പാണ്. അതായത് എന്താണ് ബ്ലഡ് ടെസ്റ്റ്, കുറേയേറെ ബ്ലഡ് ടെസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ എക്സ്റേ. എനിക്കറിയത്തില്ല, പല ആവശ്യം ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല, എന്തായാലും എക്സ്റേ ഇതൊക്കെയാണ് ഇവർ തരുന്നത്. ഇത്രയും എമർജൻസി ആയിട്ട് കിടക്കുന്ന ആൾ ആ ഭാഗത്തോട്ട് മാറ്റി നടത്തും. അടുത്ത പേഷ്യൻസിനെ വരും, അവർ നോക്കും. അപ്പം നമ്മൾ ഇതിനും കൊണ്ട് ഓടണം. ഈ പേഷ്യൻസിനെ ഈ ബ്ലഡ് എടുക്കാൻ ചെല്ലുന്നിടത്തോ അത് അതിനെക്കാട്ടി പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോൾ അവിടെ നിൽക്കും വരാം, അത് നോക്കി തിരക്കായതുകൊണ്ടായിരിക്കും, അതെല്ലാം നമ്മൾ സഹിക്കും. നമ്മൾ ഈ ബ്ലഡ് എടുത്തുകൊണ്ട് ഇവിടെ ഒരു ജെ ബ്ലോക്ക്, അതായത് ഇവിടെയാണ് എൻ്റെ സ്ഥലം നൂനാടാണ്. അപ്പം നൂനാട് എന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ അടുത്ത ഉദ്യമത്തിന് പോകണമെങ്കിൽ അങ്ങ് വട്ടക്കാട് പോകണം. അത്രയും ദൂരത്തോട്ട് ഞാൻ സഞ്ചരിക്കണം. ഈ ബ്ലഡും കൊണ്ട് ഞാൻ അവിടെ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കരമായ ക്യൂ ആണ്. ഓക്കെ, അവിടെ പേഷ്യൻസ് വരികയാണ്, കുറ്റം പറയാൻ പറ്റില്ല, ക്യൂവിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ക്യൂ നിന്ന് അത്ര എമർജൻസി ആയിട്ട് ചെല്ലുന്നതിന് നമുക്ക് റിസൾട്ട് നമ്മളിപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് വാങ്ങിക്കാൻ അവർ പറഞ്ഞ സമയം എത്രയെന്നറിയോ? 11, 12, 14, അത് 2 മണി, 2:30, 3 മണി, ഇതാണ് അവർ വരുന്ന സമയം. 5 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്കൂർ, ഇതാണ് അവർക്ക് എമർജൻസി ആയിട്ട് ചെന്നാൽ പോലും നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സമയം. ഈ സമയം ഇത്രയും നമ്മുടെ പേഷ്യൻസ് അവിടെയാണ്. അവർക്ക് ഈ റിസൾട്ട് കിട്ടാതെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റില്ല. അതൊരു കാര്യം. നമ്മൾ അവിടെ ചെന്ന് അവരോട് പറയാറ് എമർജൻസിയാണ് എന്ന് പറയുമ്പോൾ എമർജൻസി ആണെങ്കിൽ 3 മണിക്കൂർ, 4 മണിക്കൂർ, ഇതാണ് അവരുടെ ഒരു ഇത്. കാരണം നമുക്കറിയാം നമ്മുടെ പേഷ്യൻസിൻ്റെ നില എത്രത്തോളം വഷളാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഓടിച്ചിരുന്നത്. പക്ഷേ 10 മണിക്ക് വരുന്ന പേഷ്യൻറ്റിന് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ 3:30, 4 മണിയാവും എന്നോർത്ത് അതെന്തൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണത്. അത് ശരിക്കും ഒന്ന് മാറേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ബ്ലഡിൻ്റെ കാര്യത്തിൽ. അപ്പം പറയാം, അത്രത്തോളം ആളുകൾ ദിവസവും ഇതിനെ വരുന്നതാണ്. അത്രത്തോളം ആളുകൾ വരട്ടെ, അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം. ഹോസ്പിറ്റലുകൾ പിന്നെ എന്തിനാണ് ഇത്രത്തോളം ജനങ്ങൾ, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാനുള്ള പക്വതയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ എത്ര അങ്ങോട്ട് ജോലിക്ക് നിയമിക്കണം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു 100 പേരെ ജോലിക്ക് നിയമിച്ചെന്ന് പറഞ്ഞ് ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ നിന്നും അല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നുമാണ് അവർക്കുള്ള വരുമാനം കൊടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിയമിക്കണം അവിടെ. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാവും. അതല്ലാതെ അത്രത്തോളം എന്താ പറയുക, അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ എന്നറിയാൻ വേണ്ട രോഗിയെ കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്കുണ്ടായി. എൻ്റെ ചേച്ചിയാണെങ്കിൽ അറ്റാക്ക്, പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വന്നു. ഒരു മൈനർ അറ്റാക്ക് വന്നു. ഈ അറ്റാക്ക് വന്നിട്ട് അറ്റാക്ക് വന്ന ആളെ ആ ഹോർമോൺ റിലീസായി നോക്കാൻ വേണ്ടി എന്താണ് ഒരു ബ്ലഡ് ടെസ്റ്റിന് വന്ന് വിട്ടേക്കുക. ആ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ എൻ്റെ ചേച്ചിക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റൂ. പക്ഷേ അതിൻ്റെ റിസൾട്ടിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് 3-4 മണിക്കൂറാണ്. അറ്റാക്കാണ് വന്നിരിക്കുന്നത്. അറ്റാക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് 4 മണിക്കൂർ. അതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതല്ല. സാധാരണക്കാർക്ക് അതൊക്കെ എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. എത്രയോ പേര് പ്രായമായ അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നു, കൊച്ചു പിള്ളേരെയും കൊണ്ട് വരും. അവർക്കൊന്നും ഇതിനൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ 4-6 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ എന്ന് പറയുമ്പോൾ അവരൊക്കെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമോ? പക്ഷെ അവർ ഓർക്കുന്നില്ല. നാളെ അത്രത്തോളം വയ്യാതെ കിടക്കുന്ന അവരുടെ കുഞ്ഞിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറഞ്ഞത് 6 മണിക്കൂർ കഴിഞ്ഞ് വാ. 6 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെ വലിയ ഡോക്ടർ വരും. ഇപ്പം കുഞ്ഞു ഡോക്ടർ നോക്കിയതല്ലേ ഉള്ളൂ, പിന്നെ വലിയ ഡോക്ടർ വരും. അപ്പോൾ ആ വലിയ ഡോക്ടർ വന്നിട്ട് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. എന്നൊക്കെയാണ് അവിടുത്തെ ആ ഒരു എന്താ പറയുക, അങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ പെരുമാറ്റം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാര്യം, അതിനൊരു മാറ്റം വരേണ്ടത് ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരാളെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അനുഭവപ്പെട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ഒരു സംഭവം. ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് ജെ ബ്ലോക്കിലോട്ടുള്ള ഓട്ടം, ജെ ബ്ലോക്കിൽ നിന്ന് കാഷ്വാലിറ്റിയിലോട്ടുള്ള ഓട്ടം, അതൊക്കെ ഒരു വലിയ ടാസ്ക്കാണത്.
അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ചില ആളുകൾക്ക് ആദ്യമേ വരുന്ന ആളുകൾക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, എവിടൊക്കെയാണ് പോകേണ്ടത് ഒന്നും അറിയത്തില്ല. അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ അത്രയും ചുറ്റും ബിൽഡിങ്ങുകൾ, ഏത് ബിൽഡിങ്ങിലോട്ട് എങ്ങോട്ട് പോകണം, എങ്ങനെ വരണം ഒന്നും യാതൊരു നിശ്ചയവും ഇല്ല. അതൊരു സിറ്റുവേഷനാണ് അവിടെ വരുമ്പോൾ. അവിടെ നിൽക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്കത് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. എന്താ പറയുക, ഈ OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ പരിതാപകരമായൊരു സിറ്റുവേഷനാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു എമർജൻസി ഓപ്പറേഷനായിട്ട് കൊണ്ടുവന്ന എൻ്റെ മാമൻ കഴിഞ്ഞ 6 മാസം മുന്നേ ഒരു 2 മാസം മുന്നേ എമർജൻസി ആംപ്യൂട്ടേഷനായിട്ട് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിട്ട എൻ്റെ മാമനെ എമർജൻസി ഓപ്പറേഷന് വിധേയമാക്കേണ്ട ആ ഡോക്ടേഴ്സ് 4-ാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോഴത്തേക്ക് എൻ്റെ മാമൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. കാലിൽ പഴുപ്പ് കയറി, ആംപ്യൂട്ട് ചെയ്യാനുള്ള കാലായിരുന്നു. അത് പഴുപ്പ് കയറി മുട്ടിന് താഴെ വെച്ച് മുറിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് മുട്ടിൻ്റെ മേളിൽ വെച്ച് മുറിച്ച മാമൻ്റെ ആ ഇൻഫെക്ഷൻ വീണ്ടും മുകളിലോട്ട് വ്യാപിച്ചു. ആകെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതെന്തുകൊണ്ടാണ്? ഈ എമർജൻസി ആംപ്യൂട്ടേഷനിൽ വന്ന മാമനെ അവർ ഓപ്പറേഷൻ ചെയ്തത് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അവരതിന് പറഞ്ഞ ന്യായം എൻ്റെ മാമൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരുന്നു എന്നാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ മാമൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു. പക്ഷേ ഈ ആംപ്യൂട്ടേഷൻ അല്ലാതെ അതിന് വേറെ മാർഗ്ഗമില്ലായിരുന്നു. ആംപ്യൂട്ടേഷന് പറഞ്ഞ ആളെ ആംപ്യൂട്ടേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ല, അത് വാസ്തവമായ കാര്യമുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതും പ്രകാരം അത് മാത്രവുമല്ല, ഈ 3 ദിവസം അവർ പല കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യമേ 1-ാമത്തെ ദിവസം ഞാനത് നമുക്ക് ഇന്ന് ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല, ഇന്ന് വെളുപ്പിനെ ആവുമെന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസവും ഞാൻ ചെന്നപ്പോൾ അവർ ഓപ്പറേഷൻ അന്ന് നടത്തില്ല. അത് അവർ പറഞ്ഞ കാര്യം ഇപ്പം അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ല, ഇനിയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്കാതെ വന്നു. ഈവനിങ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു OT ഒഴിവില്ല, അവിടെ എമർജൻസി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, OT ഒഴിവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് പ്രകാരം പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതേപോലുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെന്റിലേറ്റർ റൂമിലോട്ടാണ് വന്നത്. ഇപ്പോൾ അവിടെ വെന്റിലേറ്റർ ബെഡ് ഒന്നും ഒഴിവില്ല, എങ്ങും അവരെല്ലായിടത്തും നോക്കി അവിടെ എങ്ങും വെന്റിലേറ്റർ റൂം ഇപ്പോൾ ഒഴിവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ എനിക്ക് ആ ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ മാമിയോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എൻ്റെ മാമിയോടും മാമിയുടെ ബ്രദേഴ്സിനോടും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ മാറ്റി നിർത്തുക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ എന്നോട് ഇത് പറയുമ്പോൾ ഞാൻ അവിടെ പോയി ചോദിക്കും. അവിടെ ചെന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷൗട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അത് അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ദിവസം ചെയ്യാൻ എന്നുള്ള ഒരു ഷൗട്ടിങ്ങിൻ്റെ പേരിൽ ഞാൻ കുറേ പണി കേൾക്കേണ്ടി വന്നു. അതും കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം ഈ ആംപ്യൂട്ട് ചെയ്ത എൻ്റെ മാമനെ വീണ്ടും ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റിയിട്ട് 1, 2, 3 ദിവസം ഈ കാലവർ പ്രസ് ചെയ്തില്ല. അത് ആ കാലിനകത്തുനിന്നൊരു ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്ന കണ്ടുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ മാമൻ്റെ മുറിച്ച കാലിൻ്റെ അകത്തുനിന്ന് ആ ബാൻഡേജിനകത്ത് മൊത്തം ഇങ്ങനെ പഴുപ്പ് പോലെ ഇങ്ങനെ ഫ്ലൂയിഡ് നിൽക്കുന്നു. അപ്പം ഞാൻ മാമയോട് എന്താ ഇങ്ങനെ നിൽക്കുമ്പം പറഞ്ഞു അത് പ്രസ് ചെയ്യാൻ വന്നില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ICUവിൽ കയറി. അവിടെ ആ ഐസൊലേഷൻ റൂമിൻ്റെ അപ്പുറത്ത് തന്നെയാണല്ലോ ICU. അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് എന്താ അവിടെ പ്രസ് ചെയ്യാൻ വരാമെന്ന്, എൻ്റെ 3-ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ വന്നല്ലോ, ഇന്നലെ പ്രസ് ചെയ്തല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവർ ചോദിച്ചിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മെയിൻ ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് സംസാരിച്ചപ്പോൾ അവർ സംസാരിച്ചിട്ട് പിന്നെ പറഞ്ഞു ഇന്ന് വന്ന് നാളെ വന്ന് പ്രസ് ചെയ്യും കേട്ടോ, അതിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കും എന്ന് വന്നു. ഓക്കെ, നാളെ ഞാൻ പോയിട്ട് ഞാൻ വൈകിട്ട് പോന്നിട്ട് പിറ്റേന്ന് രാവിലെ വന്ന് പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഞാൻ വന്നപ്പോഴും നാളെ പ്രസ് ചെയ്തിട്ടില്ല, അതുവരെ പ്രസ് ചെയ്തിട്ടില്ല. അപ്പം മാമയോട് പറഞ്ഞു അവരിന്ന് പ്രസ് ചെയ്യാൻ വരുന്നതേ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വീണ്ടും അവിടെ ചെന്ന് ചോദിച്ചു എന്താ പ്രസ് ചെയ്യാനായിട്ട്, ഇപ്പം കാല് വല്ലാതെ ഇതായല്ലോ, നിങ്ങൾ വന്ന് നോക്കുക, എന്തോ സ്മെല്ലടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഫ്ലൂയിഡ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വീണ്ടും വന്ന് നോക്കും, ഇന്ന് ചെയ്തേക്കാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വാ എന്നൊക്കെ. ഒരു റെസ്പോൺസിബിലിറ്റി, അതേ എനിക്ക് പറയാൻ പറ്റും. ഉത്തരവാദിത്തമില്ലായ്മ ശരിക്കും അനുഭവിച്ച ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാമൻ എത്ര ആയുസുണ്ടാവും,
ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എൻ്റെ മാമൻ മരിച്ചു പോയത്. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഒരു ചെറിയ കൺസിഡറേഷൻ, ഒരു ജീവിതകാലം മൊത്തം ഒരു 69 വയസ്സ് വരെ ആ കാലം കൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ആ കാല് മുറിച്ച് കളയുമ്പോൾ ആ കാലിന് വേണ്ട ഒരു സാമാന്യം ആ കാലിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അതിൽ ആ കാല് മുറിച്ച കാലിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവരാണ്, ആ ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ നേഴ്സേഴ്സാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളത് ചോദിക്കുന്നത്. ഞങ്ങളത് ചോദിച്ചു എന്ന കാരണം കൊണ്ട് എന്നിട്ട് പിറ്റേന്ന് എൻ്റെ മാമിയെ വിളിച്ച് പറഞ്ഞില്ലെന്ന് വെച്ചാൽ, പിന്നെ ഐസൊലേഷൻ വാർഡിൽ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, ഐസിയുവിൽ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, കാരണം വേറെ പേഷ്യൻസ് വരികയാണ്, അതുകൊണ്ട് വാർഡിലോട്ട് മാറ്റേണ്ടി വരുമെന്ന്. കാരണം നിങ്ങളാരാ ഇന്നലെ ഇവിടെ കൊണ്ട് ചാടിയത്, നിങ്ങളുടെ കൂടെ വന്ന് ആരാ കൊണ്ട് ചാടിയത്, ഇങ്ങനെ ഡ്രസ്സ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ബഹളം വെച്ചതാണല്ലോ, ഇങ്ങനെ കിടക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ അല്ലാത്ത ഇതാണെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാമി എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ ഇങ്ങനെ പറഞ്ഞു, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും, അവർ വാർഡിലോട്ട് മാറ്റാൻ പോവുക, ഐസിയുവിൽ മാറ്റാൻ പോവാണ്, ഐസിയുവിൽ വേറെ പേഷ്യൻസ് വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞു, അവർ ചെയ്യട്ടെ, അവർ ഡോക്ടേഴ്സാണ് മാമി, ഇപ്പോഴത്തെ പേഷ്യൻറ്റിൻ്റെ നില ഓക്കെ ആണെന്നുള്ളത് കൊണ്ടാണല്ലോ അവർ വാർഡിലോട്ട് മാറ്റുന്നത്. അവർ പറഞ്ഞില്ല, അവർക്ക് അത്ര പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ അവർ മാറ്റട്ടെ. നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എനിക്കറിയാം, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇതേപോലെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കണം. അതിനേക്കാട്ട് നല്ലത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ നിൽക്കട്ടെ, അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവർ വാർഡിലോട്ട് മാറ്റുന്നത് എന്ന് പറഞ്ഞ് മാറ്റി. അപ്പോൾ അന്ന് മാറ്റിയില്ല. പിറ്റേന്ന് ഞാൻ വന്നപ്പം പറഞ്ഞു ഐസിയുവിൽ നിന്ന് വാർഡിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. വാർഡിലോട്ട് മാറ്റി അന്നത്തെ ദിവസം ഓക്കെ, അന്ന് അവിടെ കിടന്നു. പിറ്റേന്ന് എൻ്റെ മാമൻ ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടിൽ വന്നു, ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു. പെട്ടെന്ന് വീണ്ടും ഐസിയുവിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തു. ഇത് കിട്ടിയില്ല, അവന് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. മാമൻ ഞങ്ങളുടെ കയ്യിൽ പോയി പോട്ടെ, അത് പോയതാണ്. പക്ഷേ ഈ ഒരു സെയിം സിറ്റുവേഷൻ പല ആളുകളും അനുഭവിക്കുന്നുണ്ട് അവിടെ. എന്താ ഇങ്ങനെ ഒരു റെസ്പോൺസിബിളായിട്ട് ഡോക്ടേഴ്സ് പെരുമാറുന്നത്? ഇപ്പം ഇനി എനിക്കത് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, ഇനി എനിക്ക് പല കാര്യത്തിലും ചെല്ലേണ്ടതാണ്. ദൈവമേ അങ്ങനെ വരാതിരിക്കുന്നത്. പക്ഷെ ചെല്ലുമ്പം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായാലും ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. പക്ഷേ ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവരത് കേട്ടിട്ട് ശരിയാണല്ലോ എന്ന് ഒരാൾക്കെങ്കിലും തോന്നിക്കാണുമല്ലോ, തോന്നിക്കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷന് വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ മാത്രമാണ്, നമ്മൾ ദൈവത്തെ പോലെയല്ല, ദൈവമായിട്ട് കാണുന്നത് ആ സമയത്ത് ഡോക്ടേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസിനെയാണ് നമ്മൾ ആ സമയത്ത് ദൈവമായിട്ട് കാണുന്നത്. അപ്പം അവരുടെ രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ജീവനെന്ന് പറയുമ്പോൾ അവർക്ക് 10,000-ൽ ഒരാളായിരിക്കും, ആ നഷ്ടപ്പെട്ട പോകുന്ന വ്യക്തി 10,000-ൽ ഒരാളായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട പോകുന്ന വീട്ടുകാർക്ക് അങ്ങനെയല്ല, അതല്ല. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫോളോ അപ്പ് അവിടെ കാണണം എന്നുള്ളത് ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ ഞാൻ മെയിനായിട്ട് കണ്ടത്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞാൻ മെയിനായിട്ട് കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അവിടെ ആവശ്യമില്ലാത്ത പ്രഷറാണ്. അതായത് ഒരു സെക്യൂരിറ്റീസ് നമ്മൾ അവിടുത്തെ ബൈ സ്റ്റാൻഡേഴ്സിനോട് ആരും കല്യാണത്തിനോ അല്ലെങ്കിൽ ലൈഫ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയോ ആരും ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാറില്ല. അത് ഒന്നാമത്തെ കാര്യമാണ്. അത്രത്തോളം വയ്യാത്ത ഒരാളെ കൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ അവർ ബൈ സ്റ്റാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഒരു ഉത്സവം മൂടിലുള്ള മനസ്സൊന്നും ആയിരിക്കില്ല അവിടെ നിൽക്കുന്ന ആളുകൾ, ആ കൂടെ നിൽക്കുന്ന ആൾ. അവർ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അവർ അങ്ങേയറ്റം അവർക്ക് അത്രയും നമ്പർ നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ബൈ സ്റ്റാൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. അപ്പം അവരോടൊക്കെ പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഈ സെക്യൂരിറ്റീസ് പെരുമാറുന്നത് പറയാതിരിക്കാൻ വയ്യ, വളരെ മോശമെന്ന് വെച്ചാൽ തെറി പറയുന്നില്ല, മോശമായിട്ടുള്ള വാക്കെന്ന് പറയുമ്പോൾ തെറി പറഞ്ഞില്ലല്ലോ. എന്താ പറയുന്നത്, ഏതോ അവർ വേറെ ഏതൊക്കെ ഇതിന് വരുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, ആ ഒരു കാര്യത്തിൽ മാത്രം മലയാളത്തിൽ ഞാൻ കണ്ടതിനകത്ത് സെക്യൂരിറ്റി സിസ്റ്റം മാത്രം പെർഫെക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല,
അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ കാണിക്കാൻ വേണ്ടി അവിടെ എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ചില സെക്യൂരിറ്റീസിൻ്റെ കാര്യമാണ് ഞാൻ അതിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഊണുന്ന ചോറ് ഞാൻ പറഞ്ഞത് ഒരു വാർഡിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർഡിലായാലും 100 പേരുടെ വാർഡായിരിക്കും, അല്ലെങ്കിൽ 100 അതിൽ കൂടുതലോ എന്തായാലും അത്രയും പേർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളതും ഭക്ഷണം കൊണ്ടിട്ട് വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഉറപ്പായിട്ടും അവിടെ ഉണ്ട്. അതിന് തരം തിരിച്ചാണ് അവിടെ ബക്കറ്റുകൾ വെച്ചിരിക്കുന്നത്, നീല മഞ്ഞ ചുവപ്പ് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്, ഓരോന്നിനകത്ത് നിൽക്കുന്നത്. അപ്പം അവിടെ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യമുള്ള വേസ്റ്റുകളുണ്ടെങ്കിൽ അത് വേസ്റ്റ് അവിടെ കൊണ്ടിടാം. പിന്നെ എന്തിനാണ് ഇവർ കടമ്പിടുത്തം പിടിക്കുന്നത്? ഭക്ഷണം പൊതിച്ചോറ് മുകളിലോട്ട് കയറ്റാൻ വയ്യ എന്നും പറഞ്ഞ് വേറെ നിൽക്കുന്നില്ല. ചില ആളുകളുണ്ടല്ലോ, അന്ന് വരുന്നതായിരിക്കും, ചിലപ്പോൾ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് ഓടി വരുന്നതായിരിക്കും വയ്യായ്മ കൊണ്ട്. അപ്പോൾ അവർ പാത്രങ്ങളോ ഒന്നും അവർ എടുത്തുകൊണ്ട് വരുന്നില്ല, അവരുടെ കയ്യിൽ ഭക്ഷണം വാങ്ങിക്കാൻ പോലുള്ള പൈസ പോലും കാണത്തില്ല, മരുന്ന് വാങ്ങിക്കാൻ പോലുള്ള പൈസ പോലും അവരുടെ കാണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും ചില ആളുകൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു പൊതിച്ചോറ് കിട്ടുമ്പോൾ ആ പൊതിച്ചോറും കൊണ്ട് ആ പേഷ്യൻസിൻ്റെ എടുത്തുകൊണ്ട് ഓടുകയാണ്, അവർക്ക് ഇതിന് ചോറ് കൊടുക്കാതെ പറഞ്ഞ്. കയറ്റി വിടില്ല, ഇവർ കയറ്റി വിടത്തില്ല. ഒരു പാത്രം വാങ്ങിച്ച് പാത്രത്തിനകത്താക്കിക്കൊണ്ട് വന്നാലേ അവർ കയറ്റി വിടും. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൻറ്റിമാരൊക്കെ പാത്രമൊക്കെ അവിടെ ഇട്ടിട്ടങ്ങ് പോകും. മാത്രമല്ല ആ പൊതിച്ചോറ് ആ സെക്യൂരിറ്റീസിനോട് പറഞ്ഞു, നിങ്ങളങ്ങ് കഴിക്കുമോ, ഞങ്ങളങ്ങ് പോയി പട്ടിണി കിടന്നോളാം എന്നും പറഞ്ഞ് പോയേക്കുന്ന എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അനാവശ്യമായ കടുംപിടുത്തങ്ങളാണ്. അവർ ഭക്ഷണം കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി അവരുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത് അവർ ഒപ്പം എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞ് ഒന്നും ആ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റത്തിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആ രോഗിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിലപിടുത്തം, ആവശ്യമില്ലാത്ത പിന്നെ ജാടയും വില കാണിക്കുന്നില്ല? അത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുമല്ലോ, ഈ പിന്നെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ കാര്യമാണ്. ഒരു നേരത്തെ ഒരാൾക്ക് ഇത്തിരി അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ കാര്യമാണ്. ഈ അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പിന്നെ അവരുടെ പല വീടുകളിൽ നിന്നും പല ആൾക്കാർ രാവിലെ ഉറക്കമൊഴിഞ്ഞിട്ട് അത്രത്തോളം മനസ്സിൽ നല്ല മനസ്സോടെ വെളുപ്പിനെണീറ്റ് അവരെ കൊണ്ട് ഒക്കുന്ന ചെറിയ കറികളും ഒക്കെ പൊതിഞ്ഞ് കെട്ടി ആ വരുന്നവർക്ക് കൈ കുലുക്കുന്ന വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുലുക്കുന്ന വരെ മനസ്സിലാത്തത് ആദ്യമാണ്. ദൈവമേ എന്താവും അവന് വരുമ്പോൾ കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ആദ്യമോടെ അത്രത്തോളം സ്നേഹത്തോടെ അത്രത്തോളം കരുതലോടെയാണ് ഓരോ അമ്മച്ചിമാരും അല്ലെങ്കിൽ ഓരോ അമ്മമാരും വീട്ടിൽ ചോറ് പൊതിഞ്ഞ് കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോഴോ 12:30, 1 മണി 1:30 ആകുമ്പോൾ ആളുകൾ ഇതിന് ക്യൂ നിൽക്കുക. ഇവർ ക്യൂ നിൽക്കുമ്പോൾ ഈ ഒരുക്കാൻ വരുന്നവരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ രാക്ഷസന്മാർ. എങ്ങനെയാണ് രാക്ഷസന്മാർ പെരുമാറുന്നത്? രൗദ്രഭാവത്തോടെ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവർ ചോറ് കൊടുക്കാനല്ലേ വരുന്നത്. അവിടെ നിൽക്കുന്നവർ പിന്നെ ഏറ്റവും നികൃഷ്ടമായ ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർ ഇപ്പോൾ 2 മൂന്ന്, ചിലപ്പോൾ ഒരാളെ കൂടി ചിലപ്പോൾ 3 പേര് കാണും, 3 പേഷ്യൻസ് കാണും. അപ്പം ഈ 3 പേഷ്യൻസിനും ഉള്ള ചോറ് അവർ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഒരു പൊതി കുളിച്ച് തരുമോ മോനെ എന്ന് പറയുമ്പോഴല്ലോ ആ ചോറ് കൊടുക്കാൻ നിൽക്കുന്നവരുണ്ടല്ലോ ആദ്യം പായിക്കുക, ഏതോ പട്ടികളെയൊക്കെ ആദ്യം പായിക്കുന്നുണ്ട്. അതിനെ കാര്യമുള്ളൂ. ഒരാൾക്ക് ഒരു മതിയേ ഉള്ളൂ. അവൻ ചോറല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ പിന്നെ ജനങ്ങൾക്ക് ആശുപത്രി ഇരിക്കുന്നവർക്ക് ചോറ് കൊടുക്കാനെന്ന് പറഞ്ഞല്ലേ ഈ നാട്ടുകാരെ കയ്യിൽ ചോറ് വാങ്ങിച്ചോട് കൊടുക്കുന്നത് അല്ലേ? ഈ ആശുപത്രി ഇരിക്കുന്നവരല്ലേ അവിടെ വന്ന് ക്യൂ നിൽക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് അവിടെ ക്യൂ നിൽക്കുന്നില്ലല്ലോ. ആശുപത്രിയിൽ രോഗിയെ കാണാൻ വരുന്നവരോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ അവരുടെ കൂട്ടിയിരിപ്പുകാരോ മാത്രമല്ലേ അവിടെ വന്ന് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചോറല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. എല്ലാവരും അവിടെ നിൽക്കുന്ന 10,000 പേർക്ക് 10,000 പേർക്ക് ചോറ് കൊടുക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ കയ്യിലുള്ള ചോറ് ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക്, 2 ആൾക്കാണെങ്കിൽ 2 പേർക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഭക്ഷണം അവരുടെ വയറ് നിറയുകയാണ് ചെയ്യുന്നത്. അതല്ലേ നിങ്ങൾ നോക്കുന്നത്. അപ്പം ആ ഒരു ധാർഷ്ട്യം ഞാനത് പല തവണ ഞാനത് കണ്ടു. അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിന്ന് നോക്കാം. നാളെ വണ്ടാനത്ത് ഊണ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കാം. ആ ചേട്ടന്മാർ ആ കൊടുക്കുന്നവരെ ആ ഒരു എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, എല്ലാവരും ഒന്നും പറഞ്ഞില്ല. ചില ആളുകൾ അവരുടെ ഒരു പിന്നെ ഭാവ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലണം. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അമ്മമാരൊക്കെ പ്രായമുള്ള അച്ഛന്മാരൊക്കെ എനിക്ക് സത്യം എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്.
മോനെ ഒരു ചോറിന് തരുമോ, ഒരു കുഞ്ഞ് ചോറും കൂടി തരുമോ ചെയ്യുമ്പോൾ ഇല്ലില്ല ഒരെണ്ണം തന്നിട്ടുണ്ട് അത് മതി പൊക്കോ 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 എന്ന് പറഞ്ഞാൽ ആദ്യം വിടുന്നു. അതിലൊന്നും കാര്യമില്ല. ചേട്ടന്മാരെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അവിടെ നിർബന്ധമൊന്നുമില്ല ആർക്കും കൊടുക്കണമെന്ന്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും അവർക്ക് ഒരു തരത്തിലുള്ള ഭക്ഷണത്തിലുള്ളതാണ് എങ്ങനെയാലും കിട്ടും. നിങ്ങൾക്ക് പേരും വേണം പ്രശസ്തിയും വേണം, എന്നിട്ട് മനുഷ്യനെ ഇതിനെ ആദ്യം പറയുക, അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തുമില്ല. ചെയ്യുവാണെങ്കിൽ നല്ല മനസ്സോടെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, നല്ല സൽക്കർമ്മം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് അതിൻ്റെ മാന്യതയോടെയും അതിൻ്റെ സംസ്കാരത്തോടെയും ഒക്കെ ചെയ്യണം. അല്ലാതെ ഞാൻ നിങ്ങളെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നതൊന്നുമല്ല. നല്ല കാര്യം, എൻ്റെ കണ്ണിന് നല്ല കാര്യം എനിക്കത് ദോഷമാണ് അല്ലെങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ സംഭവങ്ങൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതൊക്കെ ഒരു നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ പറഞ്ഞത്. നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ നാടിന് അനിവാര്യമാണ്. നമ്മുടെ നാടിന് അനിവാര്യമായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നേ പറ്റും. അത് ജനസേവകരായാലും ശരി, ജനങ്ങളായാലും ശരി, ആരായാലും ശരി. ഒരു കസേരയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റെപ്യൂട്ടഡായിട്ടുള്ള ഒരു കസേരയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ അവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്, നമുക്കൊരു കസേര കൊണ്ട് ഇരുത്തിയേക്കുന്നത്, ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ ഒരു കസേര കൊണ്ട് ഇരുത്തിയേക്കുന്നത് അവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ ചിലവ്, അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങളെയും മക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഇരുത്തിയേക്കുന്നത്. ജനങ്ങളാകുന്ന ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാനാണ്. ആ സേവനം അനുഷ്ഠിക്കാൻ അതിന് കഴിവുള്ളവരെയാണ് അവർ ഇരുത്തുന്നത്. അതൊക്കെ പക്ഷേ ഉണ്ടല്ലോ ആ കസേര അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇവരങ്ങ് എന്തോ രാജാവിന് തുല്യമാവും. ഒരു പിയൂണായിക്കോട്ടെ, ഒരു ക്ലർക്കായിക്കോട്ടെ, ഒരു എന്തായിക്കോട്ടെ, എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞോട്ട് എന്തായാലും ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്ക് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം നിങ്ങളവിടെ മസിൽ പിടിച്ച് ഞാൻ ഇത്തിരി നേരം കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് ധാർഷ്ട്യം കാണിച്ചിരിക്കുമ്പോൾ ആ ഒരു കാര്യം നേടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഇരിക്കുന്ന ആ വരുന്ന ആളുടെ മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് കഴിയണം. നിങ്ങളൊരു നിമിഷം അതിമർക്ക് വേണ്ടി ഒരു മിനിറ്റ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് അവരുടെ ജീവിതമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്. നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് വിചാരിക്കരുത്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് കാലിന്ന് സ്ലിപ്പായി പോയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ജീവിതമൊക്കെ. നമുക്കൊക്കെ അത്രയ്ക്കുള്ള ആയുസേ ഉള്ളൂ. നമ്മുടെ കാലിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയാൽ തീരാൻ പറ്റുന്ന ആയുസേ ഉള്ളൂ നമുക്കൊക്കെ. അപ്പം നമ്മളൊക്കെ അതൊക്കെ മനസ്സിലാക്കി എല്ലാവരോടും സ്നേഹത്തോടെ, എൻ്റെ വീഡിയോ ഒന്ന് ലോങ്ങായിപ്പോയി അതുകൊണ്ട് പറയാൻ കുറേ പറയാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എനിക്ക് അത്രയും പറയാൻ പറ്റില്ല. എന്നാലും എല്ലാവരും നമ്മുടെ സഹജീവികളോട് നമ്മുടെ മനുഷ്യത്വപരമായ പെരുമാറ്റം കൊണ്ട് നമുക്ക് എല്ലാവരെയും ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരെയും ഒന്നും ചേർക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറ്റുന്നവരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.